ഹലോ, ഇന്നത്തെ ഈ ട്രെയിനിങ് പ്രോഗ്രാമായിട്ടുള്ള ആരംഭിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ട്രെയിനിങ് വീഡിയോയിൽ ഈ പ്രധാന 6 കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. ആദ്യമായി MRP അർത്ഥമാക്കുന്നത് മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്നാണ്. ഉപഭോക്താവ് പ്രോഡക്റ്റ് വാങ്ങുന്ന വിലയാണ് ഇത്. രണ്ടാമത്തത് PTR ആണ്, അതായത് പ്രൈസ് ടു റീറ്റെയിലർ. വിൽക്കാനായി കടയുടമ പ്രോഡക്റ്റ് വാങ്ങുന്ന വിലയാണ് ഇത്. മൂന്നാമതായി ബിസിനസ്സുകൾക്ക് ലഭ്യമാകുന്ന സ്കീംസ്. നാലാമത്തത് നെറ്റ് റേറ്റ് ആണ്. അഞ്ചാമതായി നെറ്റ് റീറ്റെയിലർ മാർജിൻ എന്നാൽ റീറ്റെയിലറിൻ്റെ മൊത്തം ലാഭവും. ആറാമത് കൺസ്യൂമർ സ്കീം, അതായത് കൺസ്യൂമറിന് ലഭ്യമായ ഓഫേഴ്സ്. നമുക്ക് മുന്നോട്ട് പോകാം. ഓരോ വിഷയവും ഓരോന്നായി വിശദമായി മനസ്സിലാക്കാം. ആദ്യത്തേത് MRP. ഒരു ഉപഭോക്താവ് ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോഴെല്ലാം അതിലെഴുതിയിരിക്കുന്ന വിലയെ MRP എന്ന് വിളിക്കുന്നു, അതായത് മാക്സിമം റീറ്റെയിൽ പ്രൈസ്. കടയുടമ കസ്റ്റമറിന് സാധനങ്ങൾ വിൽക്കുന്ന പ്രൈസ് ഇതാണ്. ഇനി നമുക്ക് PTR നോക്കാം. DS ഒരു പ്രൊഡക്റ്റ് കടയുടമയ്ക്ക് വിൽക്കുന്ന നിശ്ചിത റേറ്റാണിത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ റേറ്റ് കടയുടമയുടെ ബൈയിങ് റേറ്റാണ്. MRP, PTR എന്നിവയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സ്ക്രീനിൽ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് MRP, ബേസ് PTR എന്നിവ ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. MRP വിലയായ 10 രൂപയിൽ നിന്ന് 8 രൂപയുടെ ബേസ് PTR കുറച്ചാൽ നമുക്ക് ബേസ് റീറ്റെയിൽ മാർജിനായ 2 രൂപ ലഭിക്കുന്നു. ബേസ് PTRന് ശേഷം ഒരു ട്രേഡ് സ്കീം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ബേസ് PTRന് മുകളിൽ നൽകുന്ന അഡീഷണൽ ഡിസ്കൗണ്ടിനെ ട്രേഡ് സ്കീം എന്ന് വിളിക്കുന്നു. ഇവിടെ ബേസ് PTR 8 രൂപയും ട്രേഡ് സ്കീം 1 രൂപയുമാണ്. ഇനി നമുക്ക് എന്താണ് നെറ്റ് റേറ്റ് എന്ന് മനസ്സിലാക്കാം. ബേസ് PTRൽ നിന്ന് ട്രേഡ് സ്കീം കുറച്ചാൽ ലഭിക്കുന്ന അവസാന റേറ്റാണ് നെറ്റ് റേറ്റ്. സ്ക്രീനിൽ ശ്രദ്ധിക്കുക. 10 രൂപയുടെയും 1 രൂപയുടെ ട്രേഡ് സ്കീമിൻ്റെയും MRPയിൽ നിന്ന് 8 രൂപ കുറച്ചാൽ ലഭിക്കുന്ന നെറ്റ് റേറ്റ് 7 രൂപയാണ്. ഇനി നമുക്ക് നെറ്റ് റീറ്റെയിൽ മാർജിൻ എന്താണെന്ന് മനസ്സിലാക്കാം. നെറ്റ് റീറ്റെയിൽ മാർജിൻ എന്നാൽ കടയുടമയുടെ മൊത്തം പ്രോഫിറ്റ് എന്നാണ് അർത്ഥമാക്കുന്നത്. MRPയിൽ നിന്ന് നെറ്റ് റേറ്റ് കുറച്ചാണ് കടയുടമയുടെ നെറ്റ് പ്രോഫിറ്റ് കണക്കാക്കുന്നത്. ഇതിനെ നെറ്റ് റീറ്റെയിൽ മാർജിൻ എന്ന് വിളിക്കുന്നു. ഈ 5 പ്രൈസിംഗ് ടേമുകൾ വിശദമായി മനസ്സിലാക്കിയ ശേഷം അവ എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു പ്രോഡക്റ്റ് ഉണ്ട്, അതിൻ്റെ MRP 10 രൂപയാണ്. ബേസ് PTR 90 രൂപയാണ്. അതുകൊണ്ട് തന്നെ ബേസ് PTR ആയ 90 രൂപയിൽ നിന്നും MRP ആയ 10 രൂപ കുറച്ചാൽ നമുക്ക് ബേസ് റീറ്റെയിലർ മാർജിനായ 10 രൂപ ലഭിക്കും. ബേസ് റീറ്റെയിലർ മാർജിൻ എന്നത് റീറ്റെയിലർക്ക് അതിൻ്റെ കോസ്റ്റ് പ്രൈസിൽ ലഭിക്കുന്ന പ്രോഫിറ്റാണ്. നമുക്ക് നൽകിയിരിക്കുന്ന ഉദാഹരണത്തിൽ റീറ്റെയിലർ മാർജിൻ പെർസെൻറ്റേജ് 11.11% ഇതിന് ശേഷം ബേസ് PTRന് മുകളിൽ നൽകുന്ന അഡീഷണൽ ഡിസ്കൗണ്ടിനെ ട്രേഡ് സ്കീം എന്ന് വിളിക്കുന്നു. അത് 5% ആണെങ്കിൽ ട്രേഡ് സ്കീം 4 രൂപ 50 പൈസ ആയിരിക്കും. നമുക്കിനി നെറ്റ് റേറ്റ് എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് മനസ്സിലാക്കാം. അതിനായി MRP, ബേസ് PTR, ട്രേഡ് സ്കീം ഈ 3 ടേംസ് എന്നിവ നമ്മൾ ഒരേ സന്ദർഭത്തിൽ മനസ്സിലാക്കണം. ഈ ഉദാഹരണത്തിൽ MRP ആയ 100 രൂപയിൽ നിന്ന്
90 രൂപയുടെ ബേസ് PTR, 4 രൂപ 50 പൈസയുടെ ട്രേഡ് സ്കീം എന്നിവ കുറച്ചാൽ നമുക്ക് നെറ്റ് റേറ്റ് അതായത് 85 രൂപ 50 പൈസ ലഭിക്കും. ഇത് കടയുടമയുടെ ചിലവാണ്. ഇത് അനുസരിച്ച് MRP ആയ 100 രൂപയിൽ നിന്ന് നെറ്റ് റേറ്റായ 85 രൂപ 50 പൈസ കുറയ്ക്കുകയാണെങ്കിൽ 14 രൂപ 50 പൈസയായിരിക്കും അതിൻ്റെ നെറ്റ് റീറ്റെയിലർ മാർജിൻ. ഇതുപോലെ നെറ്റ് റീറ്റെയിലർ മാർജിൻ 16.95% പ്രൈസിംഗ് സ്ട്രക്ചേഴ്സ് എല്ലാം വിശദമായി മനസ്സിലാക്കിയാൽ ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ MRP, ബേസ് PTR, ട്രേഡ് സ്കീം എന്നിവയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് റേറ്റ് മാർജിൻ എന്നിവ എളുപ്പത്തിൽ കണക്കാക്കാൻ കഴിയും. ഇനി നമുക്ക് കൺസ്യൂമർ സ്കീം എന്നാൽ എന്താണെന്ന് മനസ്സിലാക്കാം. കസ്റ്റമറിന് അധികമായി ലഭിക്കുന്ന നേട്ടമാണിത്. സാധാരണയായി ഈ സ്കീമിനെ കുറിച്ചുള്ള വിവരങ്ങൾ പാക്കിൽ ലഭ്യമായിരിക്കും. കൺസ്യൂമർ സ്കീം പല വിധമുണ്ട്. ഉദാഹരണത്തിന് കൺസ്യൂമർ പ്രൊമോ സ്കീംസ് എന്നത് അതിൻ്റെ ക്വാണ്ടിറ്റി അടിസ്ഥാനമാക്കിയുള്ളതാണ്. 3 പാക്സ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഈ സോപ്പിൻ്റെ ഒരു എക്സ്ട്രാ പാക്ക് അധികമായിട്ട് ലഭിക്കും. രണ്ടാമത്തെ കൺസ്യൂമർ സ്കീം പ്രൈസ് അതിൻ്റെ പ്രൈസ് അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഉദാഹരണത്തിന് 14 രൂപ വിലയുള്ള ഇപ്പി നൂഡിൽസിൻ്റെ ഒരു പാക്ക് ചിലപ്പോൾ 12 രൂപയ്ക്ക് ലഭിക്കും. ഇതോടെ ഞങ്ങളുടെ രണ്ടാമത്തെ വീഡിയോ പ്രൈസിംഗ് ആൻഡ് സ്കീം അവസാനിച്ചിരിക്കുന്നു. ഈ വീഡിയോയിൽ നിങ്ങൾ പഠിച്ചത് MRP എന്നാൽ മാക്സിമം റീറ്റെയിൽ പ്രൈസ്, PTR എന്നാൽ പ്രൈസ് ടു റീറ്റെയിലർ, ട്രേഡ് സ്കീം, നെറ്റ് റീറ്റെയിലർ മാർജിൻ കൂടാതെ കൺസ്യൂമർ സ്കീം. മൂന്നാമത്തെ മൊഡ്യൂൾ മനസ്സിലാക്കാൻ ദിവസേനയുള്ള പതിവ് വീഡിയോ കാണുക.